വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള ചൈതന്യം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂരിലേക്ക് MC റോഡ് വഴി പോകുമ്പോൾ തെള്ളകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ലഭ്യമാണ്. ഓഡിറ്റോറിയം, കുട്ടികൾക്കുള്ള വലിയ പാർക്ക്, അലങ്കാര ചെടികൾ, കാർഷിക വിളകൾ, പിന്നെ നമുക്ക് വളർത്തുമൃഗങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ആദ്യം തന്നെ ഞങ്ങൾ പോയത് പൂച്ചെടികളുടെ സെക്ഷനിലേക്കാണ്. ഇവിടെ ഒരുപാട് പൂച്ചെടികളുണ്ട്. അതിൻ്റെ ഒന്നും പേര് വായിക്കാനൊന്നും എനിക്കധികം സമയം കിട്ടിയില്ല. കാരണം ഞാൻ ഏകദേശം വൈകുന്നേരം ഒരു 5:30 ആയപ്പോഴത്തേക്കാണ് ചെന്നത്. അപ്പോൾ അവർ 6:30-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ ആയിട്ട് എനിക്ക് എല്ലാം കണ്ടു തീർക്കേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. പൂച്ചെടികളോടൊപ്പം തന്നെ ഒരുപാട് ഇലച്ചെടികൾ, ആന്തൂറിയങ്ങൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അതും പല റേറ്റിനുള്ളതും പല തരത്തിലുള്ളതും നമുക്ക് കിട്ടുന്നതാണ്. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൂ കണ്ടില്ലേ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു ഈ പൂ കാണാനായിട്ട്. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് എനിക്ക് പൂ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോയത്. അടുത്ത സെക്ഷനാണ് കേട്ടോ എന്നെ ഒരുപാട് ആകർഷിച്ചത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പൂവാണ് റോസ എന്ന് പറയുന്നത്. റോസാ ചെടികൾക്ക് മാത്രമായിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരുപാട് റോസാപ്പൂക്കളുണ്ട് കേട്ടോ, പല തരത്തിലുള്ളതും പല റേറ്റിനുള്ളതും. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റോസാ ചെടികൾ നമുക്ക് 30 രൂപ മുതൽ കിട്ടുമെന്നുള്ളതാണ്. അത് പൂവോട് കൂടിയ റോസാ ചെടികളാണ് നമുക്ക് 30 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഇതൊരു വെറൈറ്റിയാണ്. ഒരു ബഡ് ചെയ്ത് 2 പൂക്കൾ ഒരു ചെടിയിൽ ഉണ്ടാകുന്ന രീതിയിൽ ഉണ്ടാക്കിയ റോസയാണ്. നല്ല മഞ്ഞയും ഓറഞ്ച് പൂക്കളുമാണ് ഇതിലുണ്ടാകുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ പൂക്കൾ ഒരുപാട് മൊട്ടുകളുള്ള ഒരു തൈ നോക്കിയായിരുന്നു. എനിക്കത് കിട്ടിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ കുറേ ദിവസമൊക്കെ നല്ല പൂക്കളൊക്കെ പിടിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം അവിടുന്ന് ഞാൻ എഴുന്നേറ്റിട്ട് വീണ്ടും കുറേ പൂക്കളൊക്കെ വിളയിലൊക്കെ നോക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി എല്ലാം. പക്ഷെ നമുക്ക് എല്ലാം കൂടെ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി ഞാൻ ഏത് വാങ്ങും എന്നുള്ളത്. അതിന് ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ ഞാൻ ഒരു വെള്ളയും മഞ്ഞയും ഒക്കെ കണ്ടു. അതിൽ ഞാനൊരു മഞ്ഞ റോസാ ചെടി വാങ്ങാനായിട്ട് തീരുമാനിച്ചു. വളരെ രസമാണ്. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റോസ ചട്ടിയിൽ നിൽക്കുന്നതിന് നമുക്ക് 150 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഏരിയ ആണ്. നമുക്ക് ചെടികളൊക്കെ വാങ്ങിക്കാനൊക്കെ വളരെ നല്ലൊരു സ്ഥലമാണിത്. അപ്പം ഈ കോട്ടയത്തുള്ളവരാണെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച മഞ്ഞ റോസാ ചെടി. ഈ ഒരു ചെടിക്ക് വില വരുന്നത് 150 രൂപയാണ്. നല്ല ഭംഗിയുണ്ട്, ഒരുപാട് മുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് തന്നെ വാങ്ങിയത്. അങ്ങനെ നല്ല വലിപ്പമുള്ള പൂക്കളുള്ള റോസാ ചെടികളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ട് വളർത്തി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഉണ്ടാകുന്ന പൂക്കളൊക്കെ വളരെ ചെറുതായി പോകാറുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും സൊല്യൂഷൻ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് പരീക്ഷിച്ച് നോക്കാമല്ലോ. പിന്നീട് ഞാൻ പോയത് തൈകൾ വിൽക്കുന്ന സെക്ഷനിലാണ്. അവിടെ എല്ലാ തരത്തിലുള്ള തൈകളും ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു അക്വേറിയം ഷോപ്പും കൂടെ ഉണ്ട്. ഇതിനകത്ത് പലതരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് വാങ്ങാനായിട്ട് പറ്റും. വാങ്ങണമെന്നുണ്ടെങ്കിൽ പക്ഷേ 5 മണിക്ക് മുന്നേ വരണം. 5 മണി ആകുമ്പോഴത്തേക്ക് ഈ ഒരു അക്വേറിയം ഷോപ്പ് ക്ലോസ്ഡ് ആകും. ഈ 2 കുളത്തിൽ ഈ ഒരു 2 ടാങ്ക് പോലുള്ളതിൽ അവർ ഒരുപാട് ഗോൾഡ് ഫിഷുകളൊക്കെ വളർത്തുന്നുണ്ട്. നിങ്ങൾക്കിപ്പം തന്നെ കാണാൻ പറ്റും. ഒരുപാട് ഫലവൃക്ഷ തൈകൾ ഇവിടെ കാണാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് വളം വാങ്ങാൻ പറ്റും. അതായത് ജൈവ വളമാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നീട് പോയത് ശങ്കറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനിലേക്കായിരുന്നു. അവിടെ ഒരുപാട് വളർത്തുമൃഗങ്ങൾ, കോഴികൾ, കരിങ്കോഴി, നാടൻ കോഴി, താറാവ്, വാത്ത, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ആശാൻ എല്ലാത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് അതിൻ്റെ പ്രൈസും പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും അവൻ്റെ ഫാമാണെന്ന്. അങ്ങനെ പിടിച്ച് ഒരു കോഴി ഒരു കൊത്തും കൊടുത്തു കൈക്കിട്ടിട്ട്. അപ്പം തന്നെ മതിയായി ആശാന്. പിന്നെ കൈയൊന്നും വിടാനായിട്ട് പോയില്ല. പിന്നെ ഇങ്ങനെ പ്രൈസൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടപ്പാണ്. അങ്ങനെ നമ്മൾ ഓരോരോ സെക്ഷന് കഴിഞ്ഞു. ഇങ്ങനെ പോകുമ്പോൾ തന്നെ കോഴികളുടെ തന്നെ പല സൈസിലുള്ള, അതായത് കുഞ്ഞു കോഴി, ഇത്ര 45 ദിവസമായത്, അങ്ങനെയുള്ള കോഴികളൊക്കെ നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും. അങ്ങനെ ഇതാണ് നാടൻ കോഴികളാണ് ഈ കാണുന്നത്. നാടൻ കോഴികളുടെ സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചെല്ലുന്നത് കോഴി കുഞ്ഞുങ്ങളുടെ സെക്ഷനിലേക്കാണ്. കണ്ടോ, ഇതിനെയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. മുട്ട ഇടുന്ന കോഴികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് വാങ്ങി വളർത്താൻ പറ്റും ഇവിടെ നിന്ന്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ കുറേ പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ ഇവിടോട്ട് നോക്കുവാണെങ്കിൽ അതിനേക്കാട്ടിലും കുറച്ചും കൂടെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇനി പിന്നീട് നമ്മൾ ചെന്നത് വാത്തകളെ ഇട്ടിരിക്കുന്ന സ്ഥലം. അവിടെ തന്നെ ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഒച്ചയായിരുന്നു. ഈ വാത്തകളുടെ ഒച്ച ഭയങ്കരമായിട്ടായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കൂടുകൾ വിൽക്കുന്ന സെക്ഷനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്.
പിന്നീട് നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് കണ്ടത് മുയലുകളുടെ സെക്ഷൻ ആയിരുന്നു. ഇവിടെ ഒരുപാട് മുയൽ, ഇവിടെ മാത്രമല്ല പല പല ഏരിയയിലായിട്ട് ഇവർ മുയലുകളൊക്കെ ഒരുപാട് വളർത്തുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുയലിനെയൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നീട് നമ്മൾ ചെന്നത് പട്ടിക്കുട്ടികളുടെ ഏരിയയിലേക്കാണ്. പക്ഷെ ഞാൻ അധികം അങ്ങോട്ടൊക്കെ അടുത്തില്ല. എനിക്ക് പട്ടിക്കുട്ടികളെ ഭയങ്കര പേടിയാണ്. ഇനി അതെങ്ങാനും കൂട് തുറന്ന് വന്നാൽ ഓടുകയല്ലാതെ ഒരു വഴി എനിക്കറിയില്ല. അടുത്തതായിട്ട് നമ്മൾ ചെന്നത് പ്രാവുകളുടെ ഏരിയയിലാണ്. 2 കൂട്ടിലായിട്ടാണ് അവർ പ്രാവുകളെയൊക്കെ ഇട്ടിരിക്കുന്നത്. കുറേ എണ്ണം അങ്ങനെ അടയൊക്കെ ഇരിക്കുന്നു, കുറേ എണ്ണം കൊത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് പ്രാവുകളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്. അതിനടുത്തുള്ള കൂട്ടിലും പ്രാവുകളൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അടുത്ത കൂട്ടിലുള്ള പ്രാവുകൾ എനിക്ക് തോന്നുന്നു മയിൽപ്രാവ് അങ്ങനെയൊക്കെയുള്ള പ്രാവുകളൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് നല്ല സന്തോഷത്തോടെ 2 കൂട്ടിലായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ ഞങ്ങളിങ്ങനെ തേരപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഏത് കോണിലേക്ക് തിരിഞ്ഞാലും എന്തെങ്കിലും കാഴ്ചകളുണ്ടാകും. അപ്പം ഞങ്ങളിങ്ങനെ ഓരോരോ സെക്ഷനുകളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം പുതിയ പുതിയ എന്തെങ്കിലും ഐറ്റം ഞങ്ങളുടെ കണ്ണിൽ പെടും. അങ്ങനെ ചെന്നപ്പോഴാണ് കേട്ടോ ഞങ്ങളൊരു ട്രീ ഹൗസ് കണ്ടത്. അപ്പോൾ എന്നാൽ വലിയ ആവേശത്തോടുകൂടി ശങ്കരൻ കയറാനായിട്ട് പോയി. ചെന്ന് 2-3 സ്റ്റെപ്പ് വെച്ചപ്പോഴത്തേക്ക് ആശാൻ്റെ പേടിയാണ്. ആശാൻ തിരിച്ച് അതേപോലെ തന്നെ ഇറങ്ങിപ്പോരുന്നു കേട്ടോ. അവനോട് ഞാൻ ആവെന്ന് പറഞ്ഞ് കയറാനായിട്ട് അവൻ കയറിയതേയില്ല. പിന്നീടാണ് കേട്ടോ അറിഞ്ഞത് ഇവിടെ കുട്ടികൾക്കായിട്ട് നല്ല വിപുലമായൊരു പാർക്ക് ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന്. ഇവർക്ക് 1 മാസത്തിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കും. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും ഒക്കെ വരുമെന്നാണ് ഇവിടുത്തെ നമ്മുടെ സിസ്റ്റർമാരും അതുപോലെ തന്നെ പള്ളിയിലച്ഛനും ഒക്കെ പറഞ്ഞത്. അപ്പം ഞങ്ങളിവിടെ ഊഞ്ഞാലൊക്കെ ഇരുന്ന് ഇങ്ങനെ ആടി രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ആനിമൽസിൻ്റെ ഒക്കെ വലിയ വലിയ പ്രതിമകളാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ഫൈബറിൽ തീർത്തിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം കണ്ടത് ഒരു കുതിരയുടെയാണ്, പിന്നെ ഒരു മത്സ്യകന്യകയും ഒരു ആമ്പൽക്കുളവും ഒക്കെ ഉണ്ട്. പിന്നീട് വരുന്നത് വലിയ ഗൗറ്, അതുപോലെ തന്നെ ആന, മയിൽ, ഇതൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കൗതുകം കൊണ്ട് ഞാനും പോയി നിന്ന് അതിൻ്റെ കീഴിലേക്ക് എത്രത്തോളം വലിപ്പമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശരിക്കും വലിയ പ്രതിമകളാണ് കേട്ടോ. നല്ല രസമാണ് നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കാനായിട്ട്. പിന്നീട് ശങ്കരൻ ചെന്നിരുന്നത് ഒരു മേരിഗോ റൗണ്ട് പോലെയുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് വേറൊരാളുടെ സഹായം ഇല്ല, തന്നെത്താനെ കറങ്ങാനായിട്ട് പറ്റും. ഞാൻ കറങ്ങാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു വേണ്ട, എനിക്ക് തന്നെത്താനെ കറങ്ങാൻ അറിയാവുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് പേർത്തിക്കെ അങ്ങ് പോയി. ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതൊരു മാതളനാരക ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നട്ടത് വേറെ ആരുമല്ല, നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം സാറാണ്. 25 നവംബർ 2012 അദ്ദേഹം ഇത് നട്ടത്. ഇതിൽ ചെറിയൊരു മാതളനാരകമൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ അടുത്തൊക്കെ നിന്ന് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമാണ്. നമുക്ക് അവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും വളരെ രസമാണ് കേട്ടോ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആനിമൽസിൻ്റെയൊക്കെ പ്രതിമകൾ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് വരും. വളരെ രസമായിട്ട് നമുക്കിതെല്ലാം കാണാനായിട്ട് പറ്റും കേട്ടോ. അതിലോടൊപ്പം തന്നെ ഒരു മുറിച്ച പ്ലാവിൻ്റെ മുകളിലായിട്ടൊരു ഭൂമിയുടെ അതായത് മാതൃകയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അന്നേരത്തേക്ക് നേരെ ഉരുട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ടായി, നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായി. അപ്പം ഞങ്ങളിവിടെ കുറേ നേരം കണ്ടു. നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. ശങ്കരനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. കാരണം അവൻ ആനിമൽസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ്. അവൻ കുഞ്ഞിലേ തൊട്ടേ ഒരുപാട് ആനിമൽസ് കളക്ഷൻസ് ആയിരുന്നു. അവന് സാധാരണ കുട്ടികൾ വണ്ടികളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇവൻ ആനിമൽസിൻ്റെ കളക്ഷനായിരുന്നു ഒരുപാടുണ്ടായിരുന്നത്. അപ്പോൾ ഇവനെ ഇതെല്ലാം ഓടി നടന്ന് കാണുകയൊക്കെ ചെയ്തു. കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ്. അതുപോലെ തന്നെ പ്രായമായവർക്കും ഒക്കെ ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പാർക്കിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ടിടാം. വീഡിയോ ലെങ്ത് ഒരുപാട് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്ക് വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം അന്നേരത്തേക്ക് വന്നു തുടങ്ങിയായിരുന്നു. അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. 1 മാസത്തിനുള്ളിൽ തന്നെ അത് എല്ലാം കംപ്ലീറ്റ് ആകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബായ്.